അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആറാട്ടുപുഴ പൂരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പൂരക്കാഴ്ചകളുമാണ്. അപ്പോൾ നിങ്ങൾ ആറാട്ടുപുഴ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഒന്ന് നോക്കി വെച്ചോ. ഫുൾ നമുക്ക് ആറാട്ടുപുഴ പൂരവും അതിനോടനുബന്ധിച്ചിട്ടുള്ള പൂരം, കേരളത്തിലെ ഏറ്റവും വലിയ പഴക്കം ചെന്ന പൂരവും അതുപോലെ തന്നെ വലിപ്പത്തിൽ ഏറ്റവും വലിയ പൂരം, തൃശ്ശൂർ പൂരത്തിന് കാരണമായ പൂരം, അതാണ് ആറാട്ടുപുഴ പൂരം. അപ്പോൾ പൂരത്തിൻ്റെ കാഴ്ചകളും കാര്യങ്ങളും വിശേഷങ്ങളും നമുക്ക് ഈ വീഡിയോയിലൂടെ കാണാം. അപ്പോൾ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ലയിൽ ആറാട്ടുപുഴ പൂരം കാഴ്ചകൾ കാണാൻ വേണ്ടി വന്നതാണ്, ഉത്സവം കൂടാൻ വേണ്ടി വന്നത്. 10 ദിവസത്തെ പൂരമാണ്. അതിൽ ഓരോ ദിവസവും ഓരോ അമ്പലത്തിലെ ഫങ്ഷൻസും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്, ഉത്സവങ്ങളാണുള്ളത്. അപ്പോൾ നമ്മുടെ കേരളത്തിലെ തന്നെ ഏറ്റവും പഴയ ഉത്സവമാണ് ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ചരിത്രവും കാര്യങ്ങളും ഹിസ്റ്ററിയൊക്കെ ഞാനിങ്ങനെ വഴിയേ പറയാം. അപ്പോൾ നമുക്ക്
കാഴ്ചകൾ കാണാം. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ചക്കംകുളങ്ങര ക്ഷേത്രത്തിലാണ്. അതിൽ പുണർദം വിളക്കാഘോഷം. അപ്പോൾ അവിടെ നിന്ന് ഉത്സവം ഇന്നാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അവിടുത്തെ കാഴ്ചകളൊക്കെ നമുക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ചക്കംകുളങ്ങര ശ്രീധർമ്മശാസ്താ ക്ഷേത്രം. പഴയ ക്ഷേത്രമാണ്. അപ്പോൾ ഭഗവാൻ എഴുന്നള്ളി പോയിട്ടുണ്ട്. അപ്പോൾ പഞ്ചാരി മേളം ഇപ്പോൾ തുടങ്ങും. അതിന് മുന്നായിട്ട് പഞ്ചവാദ്യം കാര്യങ്ങളൊക്കെ ആയിട്ട് ആനപ്പുറത്ത് എഴുന്നള്ളിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനി ആ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അവിടെ പഞ്ചവാദ്യം കഴിഞ്ഞ് ഇനിയിപ്പോൾ നേരെ ഇങ്ങോട്ട് പഞ്ചാരിമേളം സ്റ്റാർട്ട് ചെയ്യും. ഒരു മണി 1:30 ആകുമ്പോഴത്തേന് സ്റ്റാർട്ട് ചെയ്യും. 5-5:30 വരെ ഉണ്ടാവും. ഞാനെന്തായാലും ഒരു വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ഗംഭീര മേളമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഭഗവാനെ എഴുന്നള്ളിച്ച് കൊണ്ടുവരുന്ന കാഴ്ചയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ആറാട്ടുപുഴ പൂരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അൺലിമിറ്റഡ് പൂരമാണ്. ഇന്ന് തൈക്കാട്ടുശ്ശേരി അമ്പലത്തിൽ രാവിലെ പകൽപ്പൂരമുണ്ടായിരുന്നു. പക്ഷെ അതിന് നമുക്ക് എത്താൻ പറ്റിയില്ല. പക്ഷെ ബാക്കി പൂരങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. 20-23 ദേവന്മാർ അണിനിരക്കുന്ന ദേവമേള എന്ന് പറഞ്ഞിട്ടുള്ള കാഴ്ചയുണ്ട്. അതുപോലെ എന്താ പറയുക, തറക്കൽ പൂരം, ആനയോട്ടം, അങ്ങനെ ഒരുപാട് പ്രോഗ്രാംസ് ഉണ്ട്. ഇപ്പോൾ നമുക്ക് എഴുന്നള്ളത്തിൻ്റെ കാഴ്ച കാണാം. ശ്രീധർമ്മശാസ്താ ക്ഷേത്രത്തിൻ്റെ എഴുന്നള്ളത്തിൻ്റെ കാഴ്ച. അപ്പോൾ ഫ്രണ്ട്സ്, മൊത്തം 5 ആനകളാണ് ഈ ചടങ്ങിനായിട്ട് ഉള്ളത്.
ആന എഴുന്നള്ളി ക്ഷേത്രത്തിലേക്ക് പോകുന്ന കാഴ്ചയാണ്. ഇനിയിപ്പോൾ നമുക്ക് ബാക്കി കാഴ്ചകൾ ഓരോ വീഡിയോസായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മിസ് ചെയ്യാതെ കാണുക. സബ്സ്ക്രൈബ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഓണാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ കാഴ്ചയും കറക്റ്റ് സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് വരും. ഫ്രണ്ട്സ്, ഓൾമോസ്റ്റ് മേളം കഴിഞ്ഞു. പഞ്ചവാദ്യം എഴുന്നള്ളി ശ്രീധർമ്മശാസ്താവിനെ അകത്തേക്ക് നമ്മൾ കയറ്റി. ഇനി നാളെ നമ്മൾ പെരുവനത്തേക്കാണ് പോകുന്നത്. പെരുവനം ഉത്സവം തുടങ്ങണം. അപ്പോൾ പെരുവനത്ത് 4 മണി മുതലാണ് പരിപാടി എന്ന് പറഞ്ഞത്. അപ്പോൾ ബാക്കി കാഴ്ചകൾ നമുക്ക് ഈ നാളെ പെരുവനം അമ്പലത്തിൽ നിന്ന് നമുക്ക് കാണാം.